ഒരു സെൻ സന്യാസിയും ശിഷ്യനും മഴ നനഞ്ഞ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. ആ സമയത്ത് വഴിയരികിൽ ഒരു നായ നനഞ്ഞ് വിശന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ അതിലൂടെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നായയെ ആരും ശ്രദ്ധിച്ചില്ല. ആ സമയത്ത് സന്യാസി നായയുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആഹാരം നായക്ക് നൽകി. നായ അത് കഴിച്ച സന്യാസിയുടെ അരികിൽ ചേർന്ന് നിന്നു. ആ സമയത്ത് ശിഷ്യൻ ചോദിച്ചു, അങ്ങ് കഴിക്കാൻ കൊണ്ടുവന്ന ആഹാരമല്ലേ, എന്തിനാണ് അങ്ങ് അത് നായക്ക് നൽകിയത്? അത് നൽകണമായിരുന്നു. സന്യാസി പറഞ്ഞു, നായക്ക് ഞാൻ ആഹാരം നൽകിയപ്പോഴാണ് ഞാനൊരു മനുഷ്യനായിട്ട് തീർന്നു. കനിവ് ചിന്തയല്ല, അതൊരു പ്രവൃത്തിയല്ല. ഹൃദയത്തിൽ നിന്നുണരുന്ന ഒഴുകുന്ന നിശബ്ദമായ ഒരു ശക്തിയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതല്ല കനിവ്, വായിച്ച് അറിയുന്നതല്ല, ഒരു പണ്ഡിതൻ പറഞ്ഞു തരുന്ന വാക്കുകളിലൂടെ അറിയാൻ കഴിയുന്നതല്ല. സകല ജീവജാലങ്ങളോടും തോന്നുന്ന നിറഞ്ഞ സ്നേഹം, ആ ജീവജാലങ്ങളുടെ വേദന, അതിൽ അലിഞ്ഞു ചേരുന്നതാണ് കനിവ്. കനിവുള്ള ഒരാളെ സഹായിക്കുമ്പോൾ അയാൾക്ക് മാറ്റമുണ്ടാകുന്നു, ഒപ്പം സഹായിക്കുന്ന ആൾക്കും മാറ്റമുണ്ടാകുന്നു. ഒരാളുടെ ദുഃഖം കഴുകപ്പെടുമ്പോൾ ആരാണോ സഹായിക്കുന്നത് അയാൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു. കനിവുള്ള ഒരാൾ യഥാർത്ഥ ശക്തി അനുഭവിക്കുന്നു. നിറഞ്ഞ ആനന്ദവും സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നു. ഒരിക്കൽ ഒരു വൃദ്ധ മലമുകളിലുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയി. വളരെ വിഷമം പിടിച്ച വഴിയിലൂടെയായിരുന്നു അവർ നടന്ന് അവിടെ ചെന്ന് എത്തിയത്. ആളുകൾ പലരും അതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ ചിന്തിച്ചു, ആർക്കെങ്കിലും ആ വഴി കുറച്ചുകൂടി സുഗമമാക്കി കഴിഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കഴിയുമായിരുന്നില്ലേ? ആ ഒരു ചിന്ത ആ വൃദ്ധയിൽ നിന്ന് ഉണർന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു. ആളുകൾക്ക് സുഗമമായി നടക്കാനുള്ള വഴി അദ്ദേഹം ഒരുക്കി. ഇത് കണ്ട വൃദ്ധ പറഞ്ഞു, ആ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള വിഗ്രഹമായി മാറിയിട്ടുള്ള പുണ്യാത്മാവിനോട്, അങ്ങയെ ഞാനിന്ന് ശരിക്ക് സന്യാസിയില കണ്ടു, അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷം അനുഭവിക്കുന്നുണ്ട്. അപ്പം കനിവിലൂടെ ജീവിക്കുക, അതിൻ്റെ ആ സമാധാനം അനുഭവിക്കുക. അങ്ങനെ അനുഭവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ